രാവിലെ ഈ വീട്ടിൽ ഏറ്റവും ഫസ്റ്റ് എത്തിയത് ദിലീപേട്ടനാണ്. ദിലീപേട്ടനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു സാമ്പത്തിക സഹായമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കടം വിടാം. പക്ഷെ ദിലീപേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തോടൊപ്പം എല്ലാമായിരുന്നു. താങ്ങും തണലും കാവലും കരുതലുമായിരുന്നു. ഇവരെ ഈ കുടുംബത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ദിലീപേട്ടൻ. പറയുന്ന സമയത്ത് ഇപ്പം അഭിമാനിയാണ് അങ്ങനെയൊക്കെ അനീഫ് ഖാനെ കുറിച്ച് പറയുമ്പോൾ ദിലീപേട്ടൻ ഈ കുടുംബത്തെ സമീപിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഫ് ഖാന്റെ ഒരു കാറ് ഉണ്ടല്ലോ, ഇനോവ കാർ, അത് എന്റെ സെറ്റിൽ ഞാൻ ഉപയോഗിക്കാം. അതിലൂടെ ദിലീപേട്ടൻ മനസ്സിലാക്കുന്നത് ഈ ഒരു കുടുംബത്തിന് പ്രതിമാസം ഒരു വരുമാനം ഉണ്ടായിക്കൊടുക്കുക. അതോടൊപ്പം തന്നെ ദിലീപേട്ടൻ ആ ഒരു നമസ്കാരം. നമ്മളുടെ കൊച്ചിൻ ഹനീഫായ ആർക്കും അങ്ങനെ മറക്കാൻ കഴിയില്ല. നമ്മളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മലയാള സിനിമയിലെ നിറസാന്നിധ്യമായിരുന്നു. അപ്പൊ കൊച്ചിൻ ഹനീഫ പെട്ടെന്നായിരുന്നു കരൾ രോഗം വന്നിട്ട് മരണപ്പെട്ടപ്പോൾ 2 പെൺമക്കൾ ഉണ്ടായിരുന്നു, സഫ, മർവ. 4 വയസ്സേ ഉള്ളൂ അന്ന് അവർക്ക്. ആ 4 വയസ്സുള്ള സമയത്താണ് കൊച്ചിൻ ഹനീഫയുടെ മരണം സംഭവിക്കുന്നത്. സാമ്പത്തികമായിട്ട് വലിയ സെറ്റപ്പിലൊന്നും ഉള്ള ആളായിരുന്നില്ല ഈ പറയുന്ന കൊച്ചിൻ ഹനീഫ. അതുപോലെ തന്നെ കൊച്ചിൻ ഹനീഫയുടെ യഥാർത്ഥ പേര് ഒരുപാട് പേർക്ക് അറിയത്തില്ല. യഥാർത്ഥ പേര് എന്താണെന്ന് വെച്ചാൽ സലീം അഹമ്മദ് ഖൗസ് എന്നാണ് ഒറിജിനൽ പേര്. പിന്നീട് സിനിമയിൽ വന്നപ്പോഴാണ് കൊച്ചിൻ ഹനീഫ എന്നായത്. പറഞ്ഞു വന്നത്, കൊച്ചിൻ ഹനീഫയുടെ മരണശേഷം ആ കുടുംബം ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നുവെച്ചാൽ കുറച്ച് നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, കൊച്ചിൻ ഹനീഫ സിനിമയിൽ നിന്നൊന്നും ഒരുപാട് സമ്പാദിക്കാത്ത ആളാണ്. പക്ഷേ കൊച്ചിൻ ഹനീഫ ഒരുപാട് പേരെ അങ്ങോട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പം കൊച്ചിൻ ഹനീഫയെ കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് പേരുമുണ്ട്. അപ്പൊ സ്ക്രീനിന് പുറകിൽ ഒരു സഹായി ആയിരുന്നു എന്ന് പല നടന്മാരും നടിമാരും എല്ലാം പറഞ്ഞ് കേട്ടിട്ടുണ്ട് കൊച്ചിൻ ഹനീഫയെ കുറിച്ച്. ഇപ്പോഴത്തെ നടന്മാരുടെയൊക്കെ സംവിധായകരുടെയൊക്കെ സെറ്റപ്പ് വെച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൊച്ചിൻ ഹനീഫ ആ ഘട്ടത്തിൽ തന്നെ എത്രമാത്രം സമ്പാദിക്കാമായിരുന്നു എന്ന് നമുക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്തോ സാമ്പത്തികമായിട്ട് പുള്ളി ഒരുപാട് പിന്നോട്ടായിരുന്നു. അതിൽ പറയുന്നത് ആ സമയത്ത് കൊച്ചിൻ ഹനീഫ ഒരുപാട് പേരെ കണ്ടറിഞ്ഞ് സഹായിച്ചിരുന്നു എന്നുള്ളതാണ്. കരൾ രോഗം പിടിപെട്ടാണ് കൊച്ചിൻ ഹനീഫ മരിക്കുന്നത്. അതിനുശേഷം ഈ കുടുംബം ഒരുപാട് പ്രതിസന്ധിയിലായിരുന്ന സമയത്ത് ആദ്യമേ ഞാൻ കാണിച്ച വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ആ വീഡിയോയിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവിടെ ഞങ്ങളെ സഹായിച്ചത് 1-2 ദിവസമല്ല. ഹനീഫക്കാരുടെ മരണത്തിന് ശേഷം 16 വർഷത്തോളം ഞങ്ങളെ സഹായിച്ചത് ദിലീപ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് സാമ്പത്തികമായിട്ടാണെങ്കിൽ നമുക്ക് കൊടുത്തു തീർക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും എല്ലാം അവർക്ക് ഒരു പിന്തുണ ദിലീപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇന്ന് പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ടോ അത് കേൾക്കുമ്പോൾ? അതിനുവേണ്ടി സഹായിച്ച എല്ലാവരെയും നമ്മളിപ്പോൾ ഓർക്കേണ്ടതാണ്. ഇപ്പൊ കൂടുതൽ പേരും സഹായം നൽകുന്നവരൊന്നും അധികം വെളിയിലൊന്നും പറയാറില്ല. അത് ദിലീപ് ആയിക്കോട്ടെ. ദിലീപ് ഇതുവരെ വന്ന് എങ്ങും പറഞ്ഞിട്ടില്ല ഞാൻ ഈ കുടുംബത്തിന് ഇത്രയും കൊടുത്തു, ഇത്ര സഹായിച്ചു എന്നൊന്നും. ദിലീപ് സഹായിച്ച ഒരുപാട് നടന്മാരും നടിമാരും എല്ലാം ഈ ഫീൽഡിലുണ്ട്. അവരെല്ലാം ദിലീപ് 3 മാസത്തോളം ജയിലിലൊക്കെ കിടന്ന സമയത്ത് ദിലീപ് തങ്ങളെ സഹായിച്ചത് കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവരെ ഈ കുടുംബത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ദിലീപേട്ടൻ. പറയുന്ന സമയത്ത് ഇപ്പം അഭിമാനിയാണ് അങ്ങനെയൊക്കെ അനീഫ് ഖാനെ കുറിച്ച് പറയുമ്പോൾ ദിലീപേട്ടൻ ഈ കുടുംബത്തെ സമീപിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഫ് ഖാന്റെ ഒരു കാറ് ഉണ്ടല്ലോ, ഇനോവ കാർ, അത് എന്റെ സെറ്റിൽ ഞാൻ ഉപയോഗിക്കാം. അതിലൂടെ ദിലീപേട്ടൻ മനസ്സിലാക്കുന്നത് ഈ ഒരു കുടുംബത്തിന് പ്രതിമാസം ഒരു വരുമാനം ഉണ്ടായിക്കൊടുക്കുക. അതോടൊപ്പം തന്നെ ദിലീപേട്ടൻ ആ ഒരു അനീഫ് ഖാന്റെ സമീപനം ആ ഒരു സെറ്റിൽ കാണുന്നത് ഇത് 1-2 മാസമല്ല, എല്ലാവരും വരും ചെയ്യും 1-2 മാസം, 16 വർഷം 1 മാസം പോലും തെറ്റാതെ ദിലീപേട്ടനെ കുറിച്ച് വിഷമമായിട്ട് ഇങ്ങനെയൊക്കെ അറിയുന്ന കാര്യമാണ്. ആ സമയത്ത് പോലും ഈ കുടുംബത്തെ നോക്കിക്കൊള്ളെന്ന് അപ്പുണ്ണി മാനേജറോട് പറഞ്ഞിട്ട് ആ 3 മാസം പോലും ഇവരെ വണ്ടി ഓടിയാണ്. കാരണം താങ്ങും തണലുമാണ്. എന്ത് സന്തോഷത്തിനും എന്ത് സങ്കടങ്ങൾക്കും നിറസാന്നിധ്യം. അവിടെയാണ് ഒരു വിളി അകലെയാണ്. ദിലീപ് ഇവർക്ക് സ്ഥിരമായിട്ട് ഒരു വരുമാനം ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് കൊച്ചിൻ ഹനീഫയുടെ ഇനോവ കാർ തന്റെ സെറ്റുകളിൽ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ അത് സ്ഥിരമായിട്ട് ഒരു വരുമാനം അവർക്ക് ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ദിലീപുമായിട്ട് ബന്ധപ്പെട്ട സിനിമാ പ്രവർത്തകരുണ്ടല്ലോ, അവരുടെ സെറ്റിലേക്കും ആ വണ്ടി അയച്ചു തുടങ്ങി. അങ്ങനെ ആ വണ്ടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവർക്ക് ഒരു തണലായിരുന്നു, അവർക്കൊരു താങ്ങായിരുന്നു എപ്പോഴും. ഇന്നത്തെ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1-2 ദിവസം വന്നിട്ട് പോകില്ലായിരുന്നു. 16 വർഷം അവരെ ദിലീപ് സഹായിച്ചു എന്നുള്ളതാണ്. രാവിലെ ഈ വീട്ടിൽ ഏറ്റവും ഫസ്റ്റ് എത്തിയത് ദിലീപേട്ടനാണ്. ഞാൻ എത്തുന്ന മുമ്പ് ആ കാറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ദിലീപേട്ടൻ 1 മണിക്കൂർ കാത്തു നിന്നു. പള്ളിയിൽ ബാങ്കോടുത്താണ് ഞങ്ങൾ കയറിയത്. ഇത്രയും ആ കുടുംബത്തോട് എന്താ പറഞ്ഞത് ദിലീപേട്ടൻ വന്നിട്ട്? ദിലീപേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹനീഫ് ഖാൻ എന്നോട് ചെയ്ത എന്തൊക്കെ ഉപകാരമുണ്ട് അതിന്റെ ഒരു അംശം പോലും ഞാൻ തിരിച്ചു ചെയ്തിട്ടില്ല ഫിറോസ് എന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത്രയും ഒരു ബന്ധമാണ് അവർ തമ്മിലുള്ളത്. ഈ കൊച്ചിൻ ഹനീഫയെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഈ ദിലീപിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ഉപകാരങ്ങളെല്ലാം ദിലീപ് മറന്നിട്ടില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ തന്നെ സഹായിച്ചവരെ താൻ മറക്കില്ല എന്ന് ദിലീപ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സിനിമാ മേഖലകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മേഖലകൾ കഷ്ടപ്പെട്ടിരുന്ന പലരെയും സഹായിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ടെക്നീഷ്യന്മാർ ദിലീപിന്റെ സഹായം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു പല സമയങ്ങളിലായി. ദിലീപിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ദിലീപ് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ആരും അങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല, ഇന്ന ആൾ വന്ന് നമ്മളെ ഇങ്ങനെ സഹായിച്ചിട്ടുണ്ട്, അങ്ങനെ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ. പക്ഷെ ദിലീപിനെ കുറിച്ച് പറയുമ്പോൾ പല നടന്മാരും നടിമാരും, പ്രത്യേകിച്ച് ഈ പഴയ സിനിമയിലൊക്കെ വന്ന് ഒന്നും ആകാതെ പോയ ഒരുപാട് നടന്മാരും നടിമാരും ആശുപത്രി കേസുകൾ അവരുടേതായ വ്യക്തിപരമായ വിഷയങ്ങൾ എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സമയത്തെല്ലാം ദിലീപ് പലരെയും പോയി സഹായിച്ചിട്ടുണ്ട്.
അത് പലരും മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു ക്വാളിറ്റി തന്നെയാണ്. അതും ദിലീപിനെ ഇത്രമാത്രം സൈബർ ആക്രമണവും ഇത്രമാത്രം കേസുകളും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത്, സിനിമയൊന്നും ഇല്ലായിരുന്ന സമയത്ത് പോലും ദിലീപ് സഹായിച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ദിലീപേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹനീഫ് ഖാൻ എന്നോട് ചെയ്ത എന്തൊക്കെ ഉപകാരമുണ്ട് അതിന്റെ ഒരു അംശം പോലും ഞാൻ തിരിച്ച് ചെയ്തിട്ടില്ല ഫിറോസൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത്രയും ഒരു ബന്ധമാണ് അവർ തമ്മിലുള്ളത്. ഇന്നിപ്പോ അശോകേട്ടൻ പോയ സമയത്ത് തന്നെ ഒന്നും സംസാരിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. നല്ലൊരു ഇമോഷണൽ ആയിരുന്നു. ഈ ഒരു കുടുംബം, ഹനീഫ് ഖാന്റെ കുടുംബത്തെ വെച്ചാൽ മലയാളികൾ സ്നേഹത്തോടെ നെഞ്ചിലേറ്റ കുടുംബമാണ്. അവരെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയും എവിടെ പോയിട്ടുണ്ടെങ്കിലും എന്നോടൊക്കെ ചോദിക്കല് ഹനീഫ് ഖാന്റെ ഭാര്യയും മക്കളും സുഖാണല്ലോ. അത്രയും ഒരു അറ്റാച്ച്മെന്റ് ഉള്ള വേറൊരു ഞാൻ കണ്ടിട്ടില്ല. അത്രയും സ്നേഹമായിരുന്നു. സഫ മറവ എന്ന പേര് പോലും മലയാളികൾക്ക് എല്ലാവർക്കും ഈ ദിലീപും കൊച്ചിൻ ഹനീഫും അതുപോലത്തെ ബന്ധമായിരുന്നു. എന്ന് വെച്ചാൽ ഹനീഫ് ഖാൻ എനിക്ക് ചെയ്തതിന്റെ ഒരു അംശം പോലും ഞാൻ ഹനീഫ് ഖയ്ക്ക് തിരിച്ചു ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ കുടുംബത്തിന് ചെയ്തിട്ടില്ല എന്നാണ് ദിലീപ് പറയുന്നത്. ദിലീപൊക്കെ ആദ്യമായിട്ട് സിനിമയിൽ വരുന്ന ആ സമയത്തൊക്കെ കൊച്ചിൻ ഹനീഫയുടെ പിന്തുണ ശരിക്കും കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ആ പറയുന്ന പറച്ചിൽ തന്നെ മനസ്സിലാവും. തന്റെ കരിയർ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ ഇത്രയുമായി നിൽക്കുന്നുണ്ടെങ്കിൽ കൊച്ചിൻ ഹനീഫയ്ക്ക് അതിൽ ശരിക്കും ഒരു പങ്കുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ ആ കുടുംബത്തിനെ 16 വർഷമായിട്ട് ഈ പറയുന്ന ദിലീപ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് രീതിയിലും, സാമ്പത്തികമാണെങ്കിലും അതുപോലെ തന്നെ അവരുടെ ഏതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും എല്ലാം ദിലീപ് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ നിയമ നടപടികൾ, കൊച്ചിൻ ഹനീഫയുടെ കുട്ടികൾക്ക് പ്രായപൂർത്തി ആയാലേ ആ വസ്തു കിട്ടത്തുള്ളായിരുന്നു. അപ്പൊ ആ വസ്തുവിലാണ് ഇപ്പൊ വീട് വെച്ചിരിക്കുന്നത്. അപ്പൊ അന്ന് 4 വയസ്സേ ഉള്ളൂ. അതിന്റെ നിയമ നടപടികൾ അതിനകത്തെല്ലാം ദിലീപ് സഹായിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ പ്രത്യേകം ഇത് പറയാൻ കാര്യം ദിലീപിന്റെ ക്വാളിറ്റിയാണ്. ഇതാണ് സഫ മറുവ, കൊച്ചിൻ ഹനീഫയുടെ 2 മക്കള്. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 4 വയസ്സേ ഉള്ളായിരുന്നു അന്ന് ഈ കുട്ടികൾക്ക്. കൊച്ചിൻ ഹനീഫ മരണപ്പെടുമ്പോൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ ആ കുടുംബം കണ്ണും വീഴ്ചയുന്ന സമയത്താണ് ദിലീപ് അവിടെ ഒരു സഹായവുമായി എത്തിയത്. ഇപ്പോഴും ആ സഹായം തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇതൊക്കെ പിന്നെ എടുത്തു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും ചെയ്യാത്ത കാര്യങ്ങളാണ്. പലരും വന്ന വഴി തന്നെ മറക്കുന്ന കാലമാണിത്. പക്ഷെ ആ സമയത്ത് ദിലീപ് മറന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു കുടുംബത്തെ അല്ല, പല കുടുംബങ്ങളും അതുപോലെ ദിലീപിന്റെ സഹായത്താൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ പലരും വേണമെങ്കിൽ വന്ന് പറയും ദിലീപ് പണ്ടൊരു കേസ് കണ്ടില്ലേ, ആ കേസിൽ അത് ചെയ്തു, ആ കേസിൽ ഇത് ചെയ്തു. കേസ് വേറെ, മനുഷ്യത്വം വേറെ. ആ കേസിന്റെ വഴിക്ക് പോവും. അത് കോടതിയാണ് തീരുമാനിക്കുന്നത് ഒരാള് തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടില്ലയോ എന്ന്. അപ്പൊ കോടതി ഇന്ന ആള് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അത് തെറ്റുകാരനായി മാറും. പക്ഷെ കോടതി ദിലീപിനെ വെറുതെ വിട്ടിട്ടും ദിലീപിനെ വെറുതെ വിടാത്ത കുറെ പേരുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, കോടതി ഇനി കണ്ടുപിടിക്കട്ടെ, ഇനി അതിനകത്ത് ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ദിലീപ് അനുഭവിക്കട്ടെ. പക്ഷെ അതല്ല ഇവിടെ വിഷയം. അപ്പൊ ആ പേരും പറഞ്ഞുകൊണ്ട് ഈ കമന്റ് ബോക്സിൽ വന്ന് ആരും മെഴുകണ്ട. മനുഷ്യത്വം എന്നൊരു കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇവിടെ എത്രയോ നടന്മാരും നടിമാരും നമ്മളൊക്കെ കണ്ടിട്ടില്ലയോ, പൈസയൊക്കെ ഒരുപാടുള്ള നടന്മാരും നടിമാരൊക്കെ എത്ര പേരെ സഹായിക്കുന്നുണ്ട്. ആരെങ്കിലും അത് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇന്ന ആൾ വന്ന് എന്നെ ഇങ്ങനെ സഹായിച്ചു എന്ന് പലരും ഉപദ്രവിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൊച്ചിൻ ഹനീഫയുടെ കുടുംബം ഒരാളുടെ മുന്നിൽ പോയി കൈ നീട്ടരുത് എന്ന നിർബന്ധം ഈ ദിലീപിനുണ്ടായിരുന്നു. അത് ആ കൊച്ചിൻ ഹനീഫയുടെ കുടുംബം തന്നെ പറയുന്നുണ്ട്. ഒരു വിദ്യാഭ്യാസ കാര്യത്തിലായിക്കോട്ടെ, ഞാൻ പറഞ്ഞ നേരത്തെ നിയമ നടപടിയുടെ കാര്യങ്ങളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരാളുടെ മുന്നിൽ പോയി കൈ നീട്ടരുത് എന്നുള്ള വാശി ഉള്ളത് കൊണ്ടാണ് ദിലീപ് ആ ഇനോവ കാർ തന്റെ സെറ്റിലേക്ക്, താൻ അഭിനയിക്കുന്ന സിനിമയിലാണെങ്കിൽ ആ സെറ്റിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന വാടക അവർക്കൊരു വരുമാനം തന്നെയായിരുന്നു. അതുപോലെ ദിലീപിന് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ സെറ്റുകളിലേക്കും ഈ ഇനോവ പോയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമുക്കതിന്റെ കൃത്യമായ കാര്യങ്ങൾ അറിയത്തില്ല. എന്തായാലും ദിലീപിന്റെ സെറ്റിൽ അത് കൃത്യമായി ഉപയോഗിച്ചിരുന്നു. അതിനായിട്ടുള്ള ഒരു വാടകയും അവർക്ക് കൊടുത്തിരുന്നു. അത് അവരുടെ ഒരു വരുമാന മാർഗം തന്നെയായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം ഒരുപാട് പേര് പറയുന്നുണ്ട്, ദിലീപ് ജയിലിലായ സമയത്ത് ഈ കാറ് ഓടാതിരുന്നു. ആ ഓടാതിരുന്ന സമയത്ത് ദിലീപിന്റെ മാനേജർ ചെറിയ ചെറിയ തുകയാണെങ്കിലും അവിടെ എത്തിച്ചിരുന്നു എന്ന് പറഞ്ഞാലും ആ കാറ് പിന്നീട് ദിലീപ് ഇറങ്ങിയതിന് ശേഷം 3 ലക്ഷത്തോളം രൂപ കൊടുത്ത് അത് പണിയുകയും അത് വീണ്ടും അത് റീകണ്ടീഷൻ ആക്കി ദിലീപ് എടുത്ത് അതിൽ നിന്നും പിന്നെയും വരുമാനം ആ കുടുംബത്തിന് പോകുന്ന രീതിയിൽ ദിലീപ് ചെയ്തു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല വീഡിയോകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും അവര് പറയുന്നത് ആ സമയത്ത് പോലും ദിലീപ് 3 മാസത്തോളം കഷ്ടപ്പാടുകളിലായിരുന്ന സമയത്ത്, കഷ്ടപ്പാടെന്ന് വെച്ചാൽ നമുക്കറിയാം ആ കേസും കൂട്ടവുമായിട്ടൊക്കെ ജയിലിലൊക്കെ ആയിരുന്ന സമയത്ത് പോലും ദിലീപ് ആ മാനേജരോട് പറഞ്ഞത് ഈ കുടുംബത്തെ പ്രത്യേകം ശ്രദ്ധിച്ചോണം എന്നാണ്. അതുപോലെ കലാഭവൻ മണിയുടെ കുടുംബം, ഞാൻ ഈ ദിലീപിനെ കിളത്തി പൊക്കി ഒന്നും പറയുമല്ല. ദിലീപ് ഒരു മനുഷ്യരോടും പറയാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഓരോരോ നടിമാരുടെയും കുടുംബക്കാരും അവർക്ക് വേണ്ടപ്പെട്ടവരും വന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ അറിയുന്നത്. അല്ലാതെ ദിലീപ് മയക്ക് വെച്ചിട്ട് ഞാൻ ഇന്നാളെ സഹായിച്ചു എന്ന് പറയുന്നില്ല. ഇപ്പൊ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ദിലീപുമായിട്ട് യാതൊരു പരിചയമില്ല. പക്ഷെ ദിലീപ് ചെയ്ത സഹായങ്ങൾ ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കലാഭവമണിയുടെ കുടുംബം, കലാഭവമണിയുടെ മരണശേഷമൊക്കെ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ ദിലീപ് ചെയ്തിട്ടുണ്ട് എന്ന് കലാഭവമണിയുടെ കുടുംബം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഏത് രീതിയിലായിക്കോട്ടെ, അതൊരു സാന്നിധ്യം
അവിടെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ് ദിലീപ്. അതുപോലെ ജഗതി ശ്രീകുമാറിന്റെ, കൊച്ചുപ്രേമന്റെ, ഇന്ദ്രൻസിന്റെ ഇന്ദ്രൻസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എന്റെ കരിയറിലൊക്കെ ഞാനൊന്ന് ബൂസ്റ്റായി വരാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ച ആളാണ് ദിലീപ്. അതുപോലെ സാമ്പത്തികമായിട്ടൊക്കെ അന്ന് ഒരുപാട് പിന്നിലായിരുന്നു ഇന്ദ്രൻസ്. ആ സമയത്തൊക്കെ ഇന്ദ്രൻസിനെ ശരിക്കും സാമ്പത്തികമായും സഹായിച്ചിട്ടുണ്ടെന്ന് ഇന്ദ്രൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മാമുക്കോയ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആശുപത്രിയിലും ഒക്കെ കിടന്ന സമയത്ത് ഈ മാമുക്കോയും സഹായിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ടെക്നീഷ്യന്മാര്, നിർമ്മാതാക്കള്, അതുപോലെ അങ്ങനെ ഒരുപാട് സഹപ്രവർത്തകര് ദിലീപിന്റെ സഹായത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പൊ കൊച്ചിൻ ഹനീഫയുടെ പുതിയ വീട്ടിലേക്ക് കൊച്ചിൻ ഹനീഫയുടെ കുടുംബം കയറുമ്പോൾ അവർക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരാളായിട്ട് മാറിയിരിക്കുകയാണ് ദിലീപ്. ഞാൻ പറഞ്ഞല്ലോ, 4 വയസ്സുള്ള 2 കുട്ടികളാണ് അന്ന് സഫ മർവ. ആ കുട്ടികളെയും വെച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു ഘട്ടം കൊച്ചിൻ ഹനീഫയുടെ ഭാര്യ. ആ സമയത്ത് കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തിന് താങ്ങും തണലുമായി സാമ്പത്തികമായിട്ടും അല്ലാതെയും ഒരു താങ്ങ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളൊക്കെ പോകുമ്പോഴേ നമുക്ക് അതിന്റെ ദണ്ണം അറിയത്തുള്ളൂ. ആ ഒരു കുടുംബത്തിനെ ആ രീതിയിൽ താങ്ങി നിർത്തിയിട്ടുണ്ടെങ്കിൽ ദിലീപ് ചെയ്തത് ഒരു മഹത്തായ കാര്യം തന്നെയാണ്. പലരും പറയും, വേണമെങ്കിൽ പൊക്കി പിടിച്ചുകൊണ്ട് മഹത്തായ ഒരു കാര്യം ചെയ്യാൻ വന്നിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് പേരൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്, ഒരുപാട് പേര് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ചെയ്യുമായിരുന്നിരിക്കാം, പലരും ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരുപാട് പേരൊന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. വലിയ ഒരുപാട് ക്യാഷും പൈസയും ഒക്കെ ഉള്ളവരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സ്വന്തം ഡ്രൈവർക്ക് 1000 രൂപ കൂട്ടി കൊടുക്കാത്തവരും, അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു മോളുടെ കല്യാണം വന്നാൽ സഹായിക്കാത്തവരെയൊക്കെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞിടയ്ക്ക് തന്നെ നമ്മൾ കേട്ടു. അപ്പൊ അതൊക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ ദിലീപ് തികച്ചും വ്യത്യസ്തനാകുന്നത് ഇവിടെയാണ്. കൊച്ചിൻ ഹനീഫയുടെ വൈഫ് പറയുന്നത് നമുക്ക് കേൾക്കാം. ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ തന്നെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് എല്ലാവരെയും ഒരേപോലെ, കുടുംബത്തിനെ ആയാലും എല്ലാം ഒരേപോലെ കണ്ടതാണ്. ആ ഒരു ഒരിക്കലും മലയാളികൾക്ക് മറക്കാൻ പറ്റാത്തൊരു കൂടിയാണ്. തീർച്ചയായിട്ടും. കൊച്ചിൻ ഹനീഫയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഹിറ്റ് സിനിമകൾ സമ്മാനിച്ചിട്ടുണ്ട് നമുക്ക്. വാത്സല്യം, CID മൂസ, പഞ്ചാബി ഹൗസ്, ഇതെല്ലാം കൊച്ചിൻ ഹനീഫയുടെ സംഭാവനയാണ് മലയാള സിനിമയ്ക്ക്. കിരീടത്തിലെ അഭിനയമൊന്നും ഒരു കാലത്ത് ഒരിക്കലും മറക്കത്തില്ല. അതൊക്കെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. മലയാളം, തമിഴ്, തെലുങ്ക് എന്നീ സിനിമകളിലെല്ലാം കൊച്ചിൻ ഹനീഫ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചോദിക്കും, അത്രയും അഭിനയിച്ച ആൾക്ക് എന്താണ് ഇത്രയും സാമ്പത്തികമായിട്ട് ഇത്രയും വലിയ പ്രശ്നം വരാൻ എന്താണ് കാര്യം ചോദിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരു സമയത്ത് ആ മലയാള സിനിമയിലെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കൊച്ചിൻ ഹനീഫ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ 50 രൂപ തനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ 30 രൂപ തന്റെ സുഹൃത്തിനോ അല്ലെങ്കിൽ തന്റെ കൂടെ അഭിനയിക്കുന്നവർക്കോ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്ന ആളായിരുന്നു ഈ പറയുന്ന കൊച്ചിൻ ഹനീഫ. അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കൊച്ചിൻ ഹനീഫ കൊണ്ട് രക്ഷപ്പെട്ട പലരും ഉണ്ടല്ലോ, അവരൊക്കെ സഹായിച്ചിരിക്കാം. ഈ ഒരു വീട് പണിഞ്ഞപ്പോഴാണെങ്കിലും സഹായിച്ചിരിക്കാം. പക്ഷെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് ഈ പറയുന്നത് പോലെ 16 വർഷത്തോളം തങ്ങളുടെ കൂടെ നിന്ന് അവരുടെ ഒരു കുടുംബം പോലെ കണ്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും അവരെ സഹായിച്ച ദിലീപിന്റെ പേര്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ എന്തായാലും പറയും, ഞാൻ ദിലീപിനെ ബൂസ്റ്റ് ചെയ്യാൻ വന്നതാണ് അതായതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറെ പേര് ഇറങ്ങുമെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ നമ്മൾ സത്യമായിട്ട് പറയണമല്ലോ, ഇത് ഞാനായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഇവിടെ വിവരിച്ചു തരുമല്ല. ഇത് മലയാള സിനിമയിലെ പലർക്കും അറിയാവുന്ന കാര്യമാണ്. പല സമയങ്ങളിലായിട്ട് ഈ പറയുന്ന കൊച്ചിൻ ഹനീഫയുടെ കുടുംബം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ദിലീപിന്റെ സഹായത്തെക്കുറിച്ച്. അപ്പം ഇങ്ങനെ തുച്ഛമായ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ഉള്ളൂ ഇങ്ങനെ സഹായിക്കുന്നത്. അതിൽ നമുക്ക് ദിലീപിനെ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല. മറ്റുള്ള വിഷയങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, കേസുപരമായ വിഷയങ്ങൾ, അതെല്ലാം കോടതി നോക്കിക്കോളും, അതെല്ലാം മറ്റൊരു വിഷയമാണ്. കൊച്ചിൻ ഹനീഫയുടെ കുടുംബം പുതിയൊരു വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. വളരെ വളരെ സന്തോഷം. ആ കുട്ടികൾ നല്ലൊരു വിദ്യാഭ്യാസം നേടി മുന്നോട്ട് വരട്ടെ. ആ കുടുംബത്തിന് ദൈവത്തിൻ്റെതായ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ ഈ പറയുന്ന കുടുംബത്തെ സഹായിക്കുന്നവർക്കും ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സഹായങ്ങൾ ഉണ്ടാവട്ടെ. ഈ ഒരു അവസ്ഥ ചിലപ്പോൾ നമ്മൾക്കും ഉണ്ടാവാം, നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാകാം. വലിയ വലിയ കോടീശ്വരന്മാർക്ക് വരെ ഉണ്ടാകാം. എന്ന് വെച്ചാൽ ഒരു നിമിഷം കൊണ്ടാണ് എല്ലാം തകർന്ന് തരിപ്പണമായി പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.